LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP FICO, HANA, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Authorized Study Center. Join us at our Authorized Study Center in North Parur, LCC, Kerala and take the first step towards a brighter future. മലയാളിയുടെ ഇഷ്ടഗായകൻ പി ജയചന്ദ്രന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. ജയചന്ദ്രൻ ബാല്യകാലം ചിലവിട്ട ചേന്നമംഗലം പാലിയം തറവാട്ടിൽ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംസ്കാരം. നാടിന്റെ നാനാതുറകളിൽപ്പെട്ടവർ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. നാടിന്റെ നാനാതുറകളിൽപ്പെട്ട ആയിരങ്ങൾ പി ജയചന്ദ്രൻ ബാല്യകാലം ചിലവിട്ട പാല്യത്തെത്തി അന്ത്യോപചാരമർപ്പിച്ചു. ചേന്നമംഗലം പാലിയത്ത് അമ്മ സുഭദ്രകുഞ്ഞമ്മ താമസിച്ചിരുന്ന 4 കെട്ടിലാണ് പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിരുന്നത്. പാല്യത്തെ സ്ത്രീകൾ താമസിച്ചിരുന്ന 4 കെട്ട് നിലവിൽ പാലിയം ട്രസ്റ്റിന്റെ ഓഫീസായി പ്രവർത്തിച്ചു വരികയാണ്. തൃശൂരിലെ സ്വവസതിയിൽ നിന്ന് ശനിയാഴ്ച രാവിലെ 10:30 ഭൗതിക ശരീരം ഇവിടെ എത്തിക്കുകയായിരുന്നു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ പ്രത്യേക ചടങ്ങുകൾ നടന്നു. 11 മണിയോടെ ദർശനത്തിന് സൗകര്യമൊരുക്കി. അപ്പോൾ തന്നെ വലിയൊരു ജനക്കൂട്ടം ഇഷ്ടഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഒട്ടേറെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. മന്ത്രി ബിന്ദു മൃതദേഹത്തെ അനുഗമിച്ചെത്തിയിരുന്നു. മന്ത്രിമാരായ MP രാജേഷ്, സജി ചെറിയാൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, MP മാരായ ഹൈബീഡൻ, MK രാഘവൻ, MLA ഉണ്ണികൃഷ്ണൻ, മുൻ MP KP ധനപാലൻ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, ചലച്ചിത്ര താരങ്ങളായ കെടാമംഗലം വിനോദ്, മനോജ് പറവൂർ, ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി, ബിജുപാൽ, IS കൊണ്ടൂർ, ഗായകൻ OU ബഷീർ, കളക്ടർ NSK ഉമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം KP വിശ്വനാഥൻ, CPM ഏരിയ സെക്രട്ടറി TV നിതിൻ, CPI മണ്ഡലം സെക്രട്ടറി MR ശോഭനൻ, ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. 4 കെട്ടിനു മുന്നിൽ വലിയ പന്തലും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനായി പാല്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടും പാല്യം കൊട്ടാരത്തിന് എതിർവശമുള്ള മൈതാനിയും സജ്ജമാക്കിയിരുന്നു. പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും രവിപുരം രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും മകനായി 1944 മാർച്ച് 3 രവിപുരത്താണ് ജയചന്ദ്രന്റെ ജനനമെങ്കിലും കുട്ടിക്കാലം ഏറെയും ചിലവഴിച്ചത് പാലിയത്തായിരുന്നു. ചേന്നമംഗലത്തെ പാലിയം കട്ടിലാമഠത്തിൽ താമസിച്ചിരുന്ന ജയചന്ദ്രൻ 4ാം ക്ലാസ് വരെ പാലിയത്തെ 4 കെട്ട് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ഇവരുടെ കുടുംബം പിന്നീട് തൃശൂർ ജില്ലയിലേക്ക് മാറിയെങ്കിലും കഴിഞ്ഞ തലമുറയിലുള്ളവരുമായി ആഴത്തിലുള്ള ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. ഉച്ചയ്ക്ക് 1:15 പിതൃസ്മൃതി എന്നറിയപ്പെടുന്ന പാലിയം തറവാട്ട് ശ്മശാനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. മകൻ ദിനനാഥ് ചിതയ്ക്ക് തീകൊളുത്തി. മലയാള സിനിമാ ഗാനങ്ങളെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഗായകരായിരുന്നു പി ജയചന്ദ്രനും യേശുദാസുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പകരം വയ്ക്കാൻ മറ്റൊരാളില്ലാത്ത വിധം സിനിമാ ലോകത്ത് സംഭാവന നൽകിയ വ്യക്തിയായ ജയചന്ദ്രൻ എളിമയുടെ പ്രതീകമായിരുന്നു എന്നും മന്ത്രി പറഞ്ഞു. പി ജയചന്ദ്രന്റെ ഗാനങ്ങൾ ലോകമുള്ള കാലത്തോളം നിലനിൽക്കും. അതിരുകളില്ലാതെ ഉയർന്ന മധുര ശബ്ദമായിരുന്നു അദ്ദേഹത്തിന്റേത്. മുസരിസ് പൈതൃക മ്യൂസിയം നിലനിൽക്കുന്ന പാലിയത്ത് അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു.